CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. SSLC +2 പരീക്ഷകൾക്ക് സമാപനം. സംസ്ഥാനത്തെ നിലവിലെ സ്കൂൾ കലാലയങ്ങളിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങളാണ് പോലീസ് നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുക്കിയത്. കേച്ചേരിയിൽ അമിതവേഗതയിൽ നിയന്ത്രണമിട്ട സ്വകാര്യ ബസ് ബൈക്കുകളിലിടിച്ച് അപകടം, 8 പേർക്ക് പരിക്കേറ്റു. നഗരത്തിന്റെ അതിവേഗ വികസനത്തിലൂന്നി ഗുരുവായൂർ നഗരസഭയിൽ 366.92 കോടിയുടെ ബജറ്റ്. വൈസ് ചെയർപേഴ്സൺ അനീഷ ഷനോജാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പന്നിത്തടത്ത് ചരക്ക് ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. അട്ടപ്പാടി സ്വദേശികളായ മുരുകേശൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരവരവായി 4,92,74,598 രൂപ ലഭിച്ചു. 1 കിലോ 655 ഗ്രാം 900 മില്ലിഗ്രാം സ്വർണവും 10.850 കിലോ വെള്ളിയും ലഭിച്ചു. ലോട്ടറി വിൽപ്പനക്കാരിയായ യുവതിയെ ഉപദ്രവിച്ച സംഭവത്തിൽ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ സ്വദേശിയായ അച്ചോത്തുപറമ്പിൽ 34 വയസ്സുള്ള സനൂപിനെയാണ് അറസ്റ്റ് ചെയ്തത്. CCTVയും എക്സൈസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലഹരിക്കെതിരെ കാവൽ ദീപം തെളിയിച്ചു. ഒറ്റപ്പിലാവ് കാളിനി നഗറിലെ വടക്കുനാഥൻ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സും ഇഫ്താർ സംഗമവും ഒരുക്കി. എരുമപ്പെട്ടി മുണ്ടൻകൂട് നിർധന കുടുംബത്തിന് യൂത്ത് കോൺഗ്രസ് നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അമേച്ചൂർ നാടകരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ ലോക നാടക ദിനാഘോഷവും സഖാവ് നാരായണൻ ആത്രപ്പള്ളി പുരസ്കാര സമർപ്പണവും വ്യാഴാഴ്ച നടക്കും. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 15-ാം വാർഡിലെ ചക്കൻസ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പാറക്കാട് വെൽഫെയർ അസോസിയേഷൻ 15-ാം വാർഷികത്തോടനുബന്ധിച്ച് ഗ്രാമോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. പുന്നിയൂർക്കുളം പെരിയമ്പലത്ത് കാട്ടുപന്നിയെ കണ്ടത് നാട്ടുകാരെ ആശങ്കയിലാക്കി. ചൊവ്വാഴ്ചയാണ് പെരിയമ്പലം ഭാഗത്ത് കാട്ടുപന്നിയെ കണ്ടത്. കടവല്ലൂർ കല്ലമ്പുറം ചാലുശ്ശേരി റോഡിൽ EMS നഗറിൽ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായി കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്ഷയരോഗ ദിനാചരണ ബോധവൽക്കരണവും സമൂഹ പ്രതിജ്ഞയും നടത്തി. ലോകമെമ്പാടും സുറിയാനി സഭകൾ പാതിനോമ്പ് ആചരിച്ചു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അംഗനവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നിവ ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തി. ഇരുമ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സീഡ് അഴിമതിക്കും വികസന വിരുദ്ധ നിലപാടുകൾക്കുമെതിരായി CPIM പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇളവള്ളി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കളക്ടേഴ്സ് ആക്ട് സ്കൂൾ പദ്ധതിക്ക് ഇളവള്ളി പഞ്ചായത്തിൽ തുടക്കമായി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ കൺവെൻഷൻ നടന്നു. പഴഞ്ഞി മാർത്തോമ സ്കൂളിൽ UKG കുട്ടികളുടെ കോൺവെക്കേഷൻ നടത്തി. സ്കൂൾ മാനേജർ ഫാദർ അനു ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. അക്കിക്കാവ് മാർ ഒസ്താത്യോസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ 2023-25 വർഷത്തെ അലോഹ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 2 ദിവസത്തെ സിനിമ ലിറ്ററേച്ചർ ഫെസ്റ്റായ സിനിൽറ്റ് ആരംഭിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.